ഓക്കെ ഹായ് ഡിയർ ചിൽഡ്രൻ, നമുക്ക് അടുത്ത ചാപ്റ്ററാണ് നമ്മളുടെ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നല്ല ബോർഡ് എക്സാമിനേഷൻ നല്ല വെയിറ്റ് ഉള്ള ചാപ്റ്ററാണ്. നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യും. ഏകദേശം സർക്കിൾസ് ഈ ചാപ്റ്റർ നമ്മളൊരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം ഒരു 34 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ആൻസർ ചെയ്യും കേട്ടോ. പക്ഷേ പിന്നെ ഏത് ടൈപ്പ് വന്നാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പിൽ കൂടുതൽ വേറെ ഒന്നും ചോദിക്കാനില്ല. എല്ലാ ടൈപ്പും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. തുടങ്ങാം അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വളരെ സിമ്പിൾ ആണല്ലേ. എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ സബ്റ്റൻസ് റൈറ്റ് ആംഗിൾ അറ്റ് ഇറ്റ് സെന്റർ ദ ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതും 10 സെന്റിമീറ്റർ ആണല്ലോ, റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ. അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ള കോഡിന്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. കോഡിന്റെ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് പൈത്തഗോറസ് റൂൾ ഉപയോഗിക്കാം. റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ റൂട്ട് ഓഫ് 200 വരും അല്ലേ. റൂട്ട് ഓഫ് 100 × 2 എന്ന് വരും. റൂട്ട് 100 എത്രയാ? 10√2. ഓക്കെ, 10√2 ഈസ് ദി ആൻസർ. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നോക്കാം. അസർഷൻ റീസൺ ടൈപ്പ് ആണ് കേട്ടോ. അസർഷൻ പറയുന്നത് ഇഫ് ദ പോയിന്റ്സ് 4, 3 ആൻഡ് bx5 ലൈസ് ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ 0, 2, 3 then the value of x is 2. അപ്പോൾ സെന്റർ 0, 2, 3 ആണ്. then the value of x if the points center of circle is the midpoint of each chord of the circle. center of a circle is the, അത് പറയാൻ പറ്റില്ല, തെറ്റാണ്. സെന്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് ഓഫ് ദി നമുക്ക് ഡയമീറ്റർ എന്ന് പറയാം. ഡയമീറ്റർ ഇസ് എ കോഡ്. എനി കോഡ് പറ്റില്ല, ഈച്ച് കോഡ് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഫോൾസ് ആണ്. ഇനി ഇഫ് ദ പോയിന്റ്സ് 4, 3 ആൻഡ് x5 ലൈസ് ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ 0, 2, 3 then the value of x is 2. ഇത് നമുക്ക് സെന്റർ ആണെന്ന് വിചാരിക്കാം. ഇത് എ, ഇത് ബി ആണെങ്കിൽ പോയിന്റ് എ 4, 3 ബി x,5 ആണെങ്കിൽ ഇത് 2, 3 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം 4 + x/2 മിഡ് പോയിന്റ് ആയിരിക്കും അല്ലെ, 2 ആയിരിക്കും. അപ്പോൾ 4 + x 4 ആയി. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡയമീറ്റർ എന്ന് അവർ പറയുന്നില്ലല്ലോ, ഡയമീറ്റർ എന്ന് പറയുന്നില്ല. അപ്പോൾ ഇഫ് ദ പോയിന്റ്സ് എ 4, 3 bx5 ലൈൻസ് ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ, നമുക്ക് നോക്കാം. ഇതാണ് സർക്കിൾ. സെന്റർ നമുക്ക് നിങ്ങൾ 2, 3 ആണ്. ദ പോയിന്റ്സ് എ 4, 3 x5 എ ഇത് 4, 3 ആണ്. ബി x,5 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും, ഇത് തുല്യമായിരിക്കും. സെന്റർ നമുക്ക് സി ആണെങ്കിൽ എ സി is equal to ബി സി ആണ്. റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ. ഇവിടെ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എ സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ സി എന്ന് പറയുമ്പോൾ ഇതാണ് എ സി. അപ്പോൾ 4 - 2 ഹോൾ സ്ക്വയർ പ്ലസ് t - 3 ഹോൾ സ്ക്വയർ. ബി സി എന്തായിരിക്കും? x - 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 3 ഹോൾ സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇത് 3 - 3 കട്ടായി പോകും. ഇത് 2 സ്ക്വയർ വരില്ലേ, 4 വരും. 4 is equal to x - 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 3. 5 - 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4 വരും. ഈ 4ഉം ഈ 4 കൂടി കട്ടായി പോകും. അപ്പോൾ x - 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 വരും. x - 2 ഈക്വൽ ടു 0 വരും. x ഈക്വൽ ടു 2 എന്ന് വരും. അത് കറക്റ്റ് ആണ് കേട്ടോ. അസർഷൻ ഈസ് കറക്റ്റ്, but reason is wrong. Assertion is true, but reason is false. Assertion A, that is A is true, but reason that is false. Option 3 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ.
In the given figure, PA is a tangent from an external point P to a circle with a center O. If angle POB 115 ആണ്, then APO. APO എന്ന് പറഞ്ഞാൽ this angle. ഇതാണ് APO. APO, this angle. POB. അപ്പോൾ ഇത് linear pair അല്ലേ? This is 65. ഇത് 90 ആണെന്ന് പറയുന്നു. 90. അത് 90 ആയിരിക്കും. ടാൻജൻറ്റും ഒരു അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് APO ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. APO എത്രയായിരിക്കും? 180 മൈനസ് 90 മൈനസ് 115. അത് ആൻസറായി. എത്ര വരും അപ്പോൾ? ദിസ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? ദിസ് ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി. 25 degree is the answer. 25 degree. 25 degree is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the adjoining figure, TS is a tangent to a circle with a center O. The value of 2x degree. The value of 2x degree. Okay. ഇതിപ്പോൾ ഇത് ടാൻജന്റ് ആണ്. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാം. ഇത് 90 ഡിഗ്രി ആയിരിക്കും. Then the value of 2x ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 3x ആണ്, ഇത് x ആണ്. എങ്ങനെ ചെയ്യാം? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആംഗിൾ OST. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് 3x റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? 3x പ്ലസ് എക്സ് ട്രയാങ്കിൾ ആയിട്ട് എടുത്താലും മതി. 90 ഈസ് ഈക്വൽ ടു 180. അപ്പോൾ എക്സ് കിട്ടുമല്ലോ. 3x പ്ലസ് എക്സ് ഈക്വൽ ടു 180 മൈനസ് 90. 4x ഈസ് ഈക്വൽ ടു 90 വരും. എക്സ് ഈസ് ഈക്വൽ ടു 90/4 വരും. ദിസ് ഈസ് എക്സ്. x is equal to 90/4 വരും. Therefore 2x is equal to 2x ആണ് ചോദിച്ചിരിക്കുന്നത്. 2 into 90/4 വരും. That is 90/2 വരും. That is 45 degree. 45 degree is the answer. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45 degree is the answer. In the given figure, O is the center of the circle MN. MN is the chord and tangent ML. ML tangent ആണ് കേട്ടോ. M makes an angle 70 degree with MN. ഇത് എത്രയായിരിക്കും? ഇത് 20 ആയിരിക്കും. കാരണം ഈ ടോട്ടൽ ആംഗിൾ 90 ആയിരിക്കുമല്ലോ. പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഒരു 90 ഡിഗ്രി വരും. 90 ആണ്. 70 തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് 20 ആയിരിക്കും. ഇത് 20 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ MON. ഇത് 20 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 20 ആയിരിക്കും. കാരണം ഐസോസ് ട്രയാങ്കിൾ ആണ്, റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ. അപ്പോൾ ഇത് എത്രയായിരിക്കും ചോദിച്ചത്? എന്താ? ആംഗിൾ MON ആണ്. അപ്പോൾ 180 minus 20 plus 20, 40 വരും. That is 140 degree is the answer. 140 degree is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. In the figure, if PT is a tangent to a circle with a center O and TPO 35. TPO 35 ആണ്. TPO 35 ആണ്. പോയിന്റ് ഓഫ് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് എത്രയായിരിക്കും? ദിസ് ആംഗിൾ. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എത്ര വരും? 55 വരും അല്ലേ? 55. ഇത് 180 മൈനസ് 55 എന്ന് വരും. 180 മൈനസ് 55
എത്ര ഒരു ആൻസർ? 180 minus 55, that is 125 degree. 125 degree is the answer. 125 degree is the answer. Okay. പല മെത്തേഡ് ചെയ്യാം. ഇതൊരു മെത്തേഡ്. 125 degree is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The length of the tangent drawn from a point P, whose distance from the center of a circle is 25 centimeter and the radius of the circle is 7 centimeter. The length of above circle, അല്ലേ? ഇങ്ങനെയാണ് tangent. The length of the tangent drawn from a point P. ഇതാണ് P. നമുക്കിത് T ആണെന്ന് വിചാരിക്കാം. The center. Whose distance from the center? ഇത് 25 ആണ്. ഇതാണ് സെന്റർ എന്ന് വിചാരിക്കാം. ഇത് 25 ആണ്. ജോയിൻ ചെയ്യാൻ ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കുമല്ലോ. പ്രോപ്പർട്ടി ആണത്. ദിസ് ഈസ് 25. റേഡിയസ് ഈസ് 7. റേഡിയസ് ഈസ് 7. റേഡിയസ് 7 ആണ്. അപ്പോൾ പൈത്തഗോറസ് റൂൾ ഉപയോഗിച്ചാൽ മതി. ഇത് 7 അല്ലേ? ഇത് 7 ആകുമ്പോൾ പി ടി എന്ന് പറയാൻ റൂട്ട് ഓഫ് 25 square minus 7 square ആണ്. That is the root of 25 minus 49 ആണ്. 625 minus 49. That is root of 576 വരും. Root of 576 means 24 centimeter. 24 centimeter is the answer. 24 centimeter is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, AB is a tangent to a circle centered at 2O. OA എത്രയാണ്? 6 centimeter. OA 6 centimeter ആണ്. OAB 30 degree ആണ്. OAB 30 degree ആണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് ജോയിൻ ചെയ്താൽ ഇതിങ്ങനെ ജോയിൻ ചെയ്യാം. ഇവിടെ 90 degree ആണല്ലോ. 90 degree ആണ്. ഇവിടെ തന്നിരിക്കുന്നത് OA 6 ആണ്. ആംഗിൾ OAB 30യുമാണ്. ദെൻ ദ റേഡിയസ്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ OA ആണ്. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. അപ്പോൾ sin 30 എടുക്കുകയാണ്. ട്രിഗണോമെട്രി യൂസ് ചെയ്യാം. പല മെത്തേഡ് ചെയ്യാൻ ഒരു മെത്തേഡാണ് sin 30. sin 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. OB ഡിവൈഡഡ് ബൈ OA ആണ്. sin 30 1/2 ആണ്. OB ഇതാണ് കണ്ടുപിടിക്കണം. റേഡിയസ് അല്ലേ? OB ബൈ OA 6 ആണ്. 6 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 6/2 ഈക്വൽ ടു OB ആണ്. ദാറ്റ് ഈസ് OB ഈക്വൽ ടു 3 വരും. അതാണ് റേഡിയസ്. റേഡിയസ് ഈസ് ഈക്വൽ ടു 3 centimeter. Radius equal to 3 centimeter. 3 centimeter is the answer. 3 centimeter is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PQ is tangent to a circle center at 2. Radius of circle അത് 5 ആണ്. That is 5. Then the length of the tangent PQ. അതും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ ചെയ്താൽ മതി. Then the length of the tangent PQ. ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്യാം. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റഡ് സൈഡും കണക്ട് ചെയ്യുന്നത് tan 30 ആണ്. tan 30. tan 30 is equal to opposite side. OQ divided by P ആണ്. QP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ദി ടാൻജന്റ്. അപ്പോൾ tan 30 എന്ന് പറയുമ്പോൾ 1/√3 ആണ്. QP OQ 5/QP ആണ്. അങ്ങനെയാണെങ്കിൽ QP എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ QP 5√3 വരും. 5√3 സെന്റിമീറ്റർ. QP is equal to 5√3 centimeter. Option 1 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, PQ
is tangent to a circle centered at 2O. If angle OAB 95 degree, then the measure of angle ABQ. ABQ എന്നുള്ള this angle വരും. This is ABQ. ABQ. You have to find out this angle. ഇത് 95 ആണ്. ഇത് 95 ആകുമ്പോൾ നമുക്ക് ഇത് റേഡിയസും ടാൻജന്റിൽ വരുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് 95 ആണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ പറയാൻ പറ്റും. ആ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. ഈ ആംഗിൾ അപ്പോൾ അതെത്ര വരും? എത്ര വരും? 180 മൈനസ് 95. ടോട്ടല് 180 ആണ്. 180 മൈനസ് 95 എന്ന് പറയുമ്പോൾ 85 വരും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 85/2 വരും. ഇതും 85/2 വരും. ഈ രണ്ട് ആംഗിളും. കാരണം ഇത് ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കുമല്ലോ. 85/2 വരും എന്ന് പറയുമ്പോൾ 42.5 വരും. 42.5 വരും. അപ്പോൾ എ ബി ക്യു എന്ന് പറയുമ്പോൾ അതിൽ ചോദിച്ചാണത് എ ബി ക്യു ആംഗിൾ എ ബി ക്യു എന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ 90 ആണ്. 90യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. 90 മൈനസ് 42.5 വരും. 42.5 വരും. So answer is 47.5. 47.5 is the answer. 47.5 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, TA is a tangent to the circle with the center of such that OT 44 ആണ് തന്നിട്ടുണ്ട്. OTA ആംഗിൾ OTA 30 ആണ്. Then the length of TA ആണ് ചോദിച്ചിരിക്കുന്നത്. Length of TA. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് റൈറ്റ് ട്രയാംഗിൾ ആണല്ലോ. ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ്. അപ്പോൾ നിർബന്ധമില്ലാതെ വരയ്ക്കാനായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ OT അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് ഇതാണ്. ടി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ടി എ. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസും അഡ്ജസന്റ് സൈഡും 30 ഡിഗ്രിയും കൂടി കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രി റേഷ്യോ നോക്കിയാൽ മതി. ഇതാണുള്ള ഹൈപ്പോട്ടന്യൂസ്. ഇത് അഡ്ജസന്റ് സൈഡാണ്. അപ്പോൾ കോസ് 30 ട്രയാംഗിൾ നോക്കുകയാണെങ്കിൽ കോസ് 30 എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AT ഡിവൈഡഡ് ബൈ OP. OT ടിയർ അല്ല ടി അല്ലേ. ഫ്രം ദ ഫിഗർ കോസ് 30 ഈസ് ഈക്വൽ ടു TA അല്ലെങ്കിൽ AT ഡിവൈഡഡ് ബൈ OT. AT ഡിവൈഡഡ് ബൈ OT. OT 4 ആണ് തന്നിട്ടുണ്ട്. ഇത് √3/2 ആണല്ലോ കോസ് 30. AT നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. TA അല്ലെങ്കിൽ AT TA ഡിവൈഡ് ബൈ OT നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ് തന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം. 4√3/2 ഈക്വൽ ടു TA 2 times TA ഈക്വൽ ടു 2√3. TA is equal to 2√3. 2√3 is the answer. 2√3 സെന്റിമീറ്റർ അല്ലേ. 2√3 സെന്റിമീറ്റർ is the answer. എല്ലാ യൂണിറ്റ് സെന്റിമീറ്റേഴ്സിലാണ്. സോ സെന്റിമീറ്റർ 2√3 സെന്റിമീറ്റർ is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, PT is a tangent at T to the circle with the center of
പി പി ഒ 25 ആണ്, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു, അതും ഇതുപോലെ തന്നെ ഇവിടെ ആംഗിൾ ടി പി ഒ 25, ടി പി ഇസ് ടാൻജന്റ് അറ്റ് ടി, ടാൻജന്റ് ആകുമ്പോൾ ഇതിങ്ങനെ വരും, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു, ഇതാണ് സംഭവം. ആംഗിൾ ടി പി ഒ 25 ആണ്, നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി എക്സ്, അത് ഈസി ആണല്ലോ. ഇത് 90 ആകുമ്പോൾ ഇത് 25 അല്ല, അപ്പോൾ ഈ ആംഗിൾ പറയാൻ പറ്റുമല്ലോ. ഈ ആംഗിൾ 180, 180 മൈനസ് 90 പ്ലസ് 25, 115, 65 വരും. ഇത് 65 വരും, ഈ ഭാഗം 65 വരും, ഇത് 65, ഈ ആംഗിൾ 65. ഇവിടെ 180 മൈനസ് 65 വരും, 180 മൈനസ് 65, 180 മൈനസ് 65 എന്ന് പറയുമ്പോൾ 115 ആണ്, 115. അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാലും ഇത് കിട്ടും കേട്ടോ. 90 പ്ലസ് 25, 115, എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി ഉപയോഗിച്ചാലും ഇത് കിട്ടും. 115 is the answer. 115 degree is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The length of a tangent drawn to a circle of radius 9 cm from a point. അപ്പോൾ നമുക്ക് പതിപോലെ ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു ടാൻജന്റ് വരയ്ക്കാം. സർക്കിൾ ഓഫ് റേഡിയസ്, ഇതാണ് സെൻറ്റർ, ഇത് നമുക്ക് 9 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. The length of the tangent drawn to a circle of radius 9 from a point 41 centimeter from the circle. ഇതാണ് സെൻറ്റർ, ഇത് പി, ഇത് ടി ആണെന്നും വിചാരിക്കാം നമുക്ക്, അങ്ങനെ വിചാരിക്കാം നമുക്ക്. സെൻറ്ററിൽ നിന്നുള്ള അകലമാണ് നമുക്ക് തന്നിരിക്കുന്നത് 41 സെൻറ്റിമീറ്റർ, ഇത് 41 ആണ്, 41 സെൻറ്റിമീറ്റർ. സെൻറ്ററിൽ നിന്നുള്ള അകലമാണ് 41 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി ടി ആണ് ചോദിച്ചിരിക്കുന്നത്, ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. പി ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പൈത്തഗോറസ് റൂൾ, റൂട്ട് ഓഫ് സി പി സ്ക്വയർ മൈനസ് സി ടി സ്ക്വയർ. That is root of 41 square minus 9 square. This gives the answer. എളുപ്പമാണെങ്കിൽ ചെയ്യാം. This is root of 41 plus 9 into 41 minus 9 എന്ന് വേണമെങ്കിൽ പറയാം. That is equal to root of how much? Root of 1600, that is 40 centimeter is the answer. Option 1 is the answer. 40 centimeter is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, O is the center of the circle and PQ is the chord. PQ is the chord. O is the center of the circle. If the tangent PR at P makes an angle 50 degree with PQ, then the measure of POQ. POQ ഇതാണ് വേണ്ടത്. This angle. അപ്പോൾ ഇത് 90 ആയിരിക്കുമല്ലോ, ഇത് 50 ആണെങ്കിൽ ഇത് 90 തന്നെയാണ്, ഇത് 40 ആയിരിക്കും, ഇത് എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ ഇതും 40 ആയിരിക്കും. അപ്പോൾ റിക്വയർഡ് ആൻസർ എന്താണ്? 180 മൈനസ് 40 പ്ലസ് 40, 80 വരും. 100 ഡിഗ്രി എന്ന് വരും. 100 ഡിഗ്രി. ഓപ്ഷൻ 3 is the answer. 100 ഡിഗ്രി is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. In the figure, PQ is tangent to the circle with the center at O at the point B. If angle AOB 100 degree, then angle ABP is angle AOB.
ഇത് 100 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ കിട്ടും നമുക്ക്. അത് 40, ഇത് 40 ആയിരിക്കും, ഇത് 40 ആയിരിക്കും. ടോട്ടൽ 180 അല്ലേ. ദെൻ ആംഗിൾ എ ബി പി, ഇതും ടോട്ടൽ 90 ആയിരിക്കും. 90 40 കുറച്ചാൽ മതി. 90 - 40 വരും. 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി, 50 ഡിഗ്രി ഇസ് ദി ആൻസർ. ഇവിടുന്ന് മൊത്തം നോക്കുകയാണെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടാൻജന്റും റേഡിയസും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അതിൽ 43 ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ ഭാഗം 90 - 40 50 ഡിഗ്രി ആയിരിക്കും. 50 ഡിഗ്രി ഇസ് ദി ആൻസർ. 50 ഡിഗ്രി ഇസ് ദി ആൻസർ. ഞാൻ ഏറ്റവും എളുപ്പമുള്ള വഴിക്കാണ് ഞാൻ പറഞ്ഞുതരുന്നത്. ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ് പറഞ്ഞു തരുന്നത്. സിമ്പിൾ ലോജിക്കിലൂടെ പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ ഇഫ് ടാൻജൻസ് പി എ ആൻഡ് പി ബി ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് പി ടു സർക്കിൾ വിത്ത് സെൻറ്റർ O are inclined to each other at an angle of 80 degree as shown in the figure, then angle POA. ആംഗിൾ POA എന്ന് പറയുമ്പോൾ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി 90 ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ ഇതും 80 ആയിരിക്കും. ഇത് ടോട്ടൽ 80 ആണോ? പി ആൻഡ് ബി ഡ്രോൺ സർക്കിൾ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ ആംഗിൾ 80. ഇത് 80 ആകുമ്പോൾ ഇത് 40 ആവും. 40 + 40 വരും, ഈക്വൽ ആണല്ലോ. ഇത് 40 ഡിഗ്രി ആവും. ആംഗിൾ POA, ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് വരും? ആംഗിൾ POA എന്ന് പറഞ്ഞാൽ ഇത് 90 ആണ്, ഇത് 40 ആണ്. അപ്പോൾ 180 - 40 + 90 വരും. ദാറ്റ് ഈസ് 50 ഡിഗ്രി. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. 50 ഡിഗ്രി ഈസ് ദി ആൻസർ. ഏറ്റവും സിമ്പിൾ വേ ആണ് ഈ പറയുന്നത് നമ്മൾ. 50 ഡിഗ്രി ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ റീസൺ ടൈപ്പ് ആണ്. അസർഷൻ: ഇഫ് ടു ടാൻജൻസ് ആർ ഡ്രോൺ ടു എ സർക്കിൾ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ദെൻ ദേ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. കറക്റ്റ് ആണല്ലോ. അത് പ്രോപ്പർട്ടിയാണ്. ഇഫ് ടു ടാൻജൻസ് ആർ ഡ്രോൺ ടു എ സർക്കിൾ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ദെൻ ദേ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, സംശയമില്ല, അത് കറക്റ്റാണ്. അസർഷൻ കറക്റ്റാണ്. എ പാരലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഈസ് എ റോംബസ്. അത് ശരിയാണോ? അത് എ പാരലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഈസ് എ റോംബസ്. അത് ശരിയാണോ? രണ്ടും കറക്റ്റാണ് അല്ലേ? രണ്ടും കറക്റ്റാണ്. ഇത് പ്രോപ്പർട്ടിയാണ്, ഇതും പ്രോപ്പർട്ടിയാണ്. പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി. ഇത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബോത്ത് അസർഷൻ എ ആൻഡ് അസർഷൻ ആർ കറക്റ്റ്. രണ്ടും ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ്. സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പാരലോഗ്രാം എപ്പോഴും റോംബസ് തന്നെയായിരിക്കും. എ പാരലോഗ്രാം ഇൻസ്ക്രൈബിങ് എ സർക്കിൾ ഈസ് എ റോംബസ്. ഒരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ രണ്ടും കറക്റ്റാണ്. പക്ഷേ ഇത് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഓപ്ഷൻ 1 ആയിട്ട് നിങ്ങളത് കൺഫ്യൂസ് ചെയ്യരുത്. ഓപ്ഷൻ 2 തന്നെയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. In the adjoining figure, PA and PB are tangents to a circle with a center O such that angle P 90 degree ആണ്. If AB 3√2 centimeter ആണ്, then the diameter of the circle is AB 3√2 ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണ്. AB 3√2 ആണ്.
എ ബി ഇസ് 3√2 ആണ്. ഇത് 90 ആണ്. പിന്നെ ഇത് 90 ആയതുകൊണ്ട്, ഇത് ടാൻജന്റ് ആയതുകൊണ്ട് ഇത് 90 ആയിരിക്കും. യെസ്, 90 ആണ്. എ ബി 3√2 ആണ്. ആംഗിൾ പി 90 ഡിഗ്രി ആണ്. അപ്പോൾ എ ബി 3√2 ആകുമ്പോൾ ഇതെല്ലാം ഈക്വൽ ആണ്, സ്ക്വയർ ആയിട്ട് വരും. ഇത് കാരണം ഇത് 90 ആകുമ്പോൾ ഇത് 45. സോ ഇത് എക്സ് ആണെങ്കിൽ പൈത്തഗോറസ് റൂൾ നമുക്ക് x² + ഡിസ്റ്റൻസ് ഫോർമുല AB² അല്ലേ, AB² ആണ്. അപ്പോൾ 2x² = 3√2 സ്ക്വയർ വരും. ദാറ്റ് ഈസ് 9 × 2 വരും, 18 വരും. 2x² = 18 വരും. x² 9 വരും. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് x = 3 വരും. x 3 ആണെങ്കിൽ x ആണ് അതിൻ്റെ റേഡിയസ്, x റേഡിയസ് ആണ്. അപ്പോൾ ഡയമീറ്റർ = 2x ആണ്. That is 6 centimeter. 6 centimeter is the answer. 6 centimeter is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For a circle with a center O and radius 5 centimeter, which of the following statement is true? For a circle with a center O, radius 5 centimeter. Which of the following statements is true? That's the question. Distance between every pair of parallel tangent is 5 centimeter. ഒന്നും പറയാൻ പറ്റില്ല. Distance between every pair of parallel tangents is parallel tangent is 10 centimeter. Parallel tangents. ഇത് കറക്റ്റ് ആണ്. കണ്ടോ, ഇത് 5 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ ആണ്. ഇത് രണ്ടും 5 സെന്റിമീറ്റർ ആണ്. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 വരും. ദാറ്റ് ഈസ് കറക്റ്റ്. Q is the correct answer. Q is the correct answer. അതൊരു ഡയമീറ്റർ ആവും. അപ്പോൾ ഈ 5 കൂടി കിട്ടിയ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 5 + 5 10 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ ആവും, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, P and PB are two tangents drawn to a circle with the center O and radius 5. If angle APB 60, then the length of PA. P ആണ് ചോദിച്ചത്. റേഡിയസ് 5 ആണ്. റേഡിയസ് 5. ഇത് ജോയിൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യാം. നമുക്ക് ഇത് ഇങ്ങനെയും ജോയിൻ ചെയ്യാം. ഇതാണ് റേഡിയസ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചാണ് പി ആണ് ചോദിച്ചേക്കണത് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇത് 30 ഡിഗ്രി വരും. അപ്പോൾ ഇത് 30 വരും. റേഡിയസ് 5 ആണ്. Then the length of PA ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 30 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ്, ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ tan 30 എടുക്കാം. tan 30 to opposite side by AP. AP അല്ലെങ്കിൽ PA ആണ് ചോദിച്ചതാണ്. അപ്പോൾ tan 30 1/√3 ആണ്. 5/PA. PA ആണ് ചോദിച്ചത്. PA ക്രോസ് ചെയ്യാം. 5√3 സെന്റിമീറ്റർ. 5√3 സെന്റിമീറ്റർ. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. 5√3 സെന്റിമീറ്റർ. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കേട്ടോ. പല മെത്തേഡ് ചെയ്യാം. ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ട്രിഗണോമെട്രി യൂസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പ് ആണ് കേട്ടോ.
Assertion A. T and TB are two tangents drawn from an external point T to a circle with the center O. If angle TBA 75 degree. Angle TBA 75 degree. Then angle ABO. അപ്പോൾ ടാൻജന്റ് ആയതുകൊണ്ട് ഇത് മൊത്തം 90 ഡിഗ്രി വേണം. അത് 75 ആണ്. എത്ര വരും? അപ്പോൾ 15 ഡിഗ്രി വരും. 15 ഡിഗ്രി വരും. അപ്പോൾ അസർഷൻ എ തെറ്റാണ്. അസർഷൻ എ തെറ്റാണ്. അപ്പോൾ അസർഷൻ എ റോങ് വരുന്നത് ഓപ്ഷൻ 4ലാണ്. അപ്പോൾ എന്തെങ്കിലും ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ വരിക. ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി, അത് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Maximum number of tangents, common tangents that can be drawn to two circles intersecting at two distinct points. അപ്പോൾ സർക്കിൾ എങ്ങനെ ഇരിക്കും? 2 distinct പോയിന്റ്സിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കും സർക്കിൾ. അപ്പോൾ ഇങ്ങനൊരു ടാൻജന്റ് കോമൺ ടാൻജന്റ് വരയ്ക്കാം, ഇങ്ങനൊരു കോമൺ ടാൻജന്റ് വരയ്ക്കാം. 2 കോമൺ ടാൻജന്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കാൻ ചാൻസ് ഉള്ളത് പറയാം. ഇങ്ങനെയാണെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും? ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, 4 എണ്ണം വരയ്ക്കാം കേട്ടോ. ഇനി ഇങ്ങനെ ചോദിച്ചാലോ, ഒരു പോയിന്റിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ 3 എണ്ണം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ പോസിബിൾ കേസും നിങ്ങൾ പറഞ്ഞു തന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേണമെങ്കിലും ചോദിക്കാം എക്സാമിനേഷന് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ ചോദിച്ചാണ് ഇന്റർസെക്റ്റിംഗ് അറ്റ് 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഫിഗർ, 2 ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ഇനി ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല, ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇങ്ങനെയും ഇങ്ങനെയും വരയ്ക്കാൻ പറ്റും. അപ്പോൾ 4 ടാൻജന്റ് പറ്റും. പിന്നെ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ 3 ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നോളണം. ഓക്കെ, അടുത്തത് നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ RJ and RL are 2 tangents of circle. If angle RJL 42, then the measure of angle JOL. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, JOL. ഓക്കെ, ഇനി ഇത് 42 ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. 180 മൈനസ് 42 എത്ര വരും? 138 വരും. അപ്പോൾ അതിൻ്റെ ഇത് ഐസോസെൽസ് ആയിരിക്കും. ഇത് 2 ടാൻജൻസ് അല്ലേ, സെയിം പോയിന്റ് എന്നുള്ളത്. ഇത് ഈക്വൽ ആവും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 138/2 വരും. 138/2 എന്ന് പറയുമ്പോൾ 69 വരും. ഇവിടെ 69 വരും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടല് 90 ആണല്ലോ. ടോട്ടല് ഇത് 90 ആണ്. ഇവിടെ 90 ആണ് വരേണ്ടത് ടോട്ടല്. അതിൽ ഇത് 69 ആണ്. അപ്പോൾ ബാക്കിയുള്ള എന്തായിരിക്കും? 90 മൈനസ് 69 വരും. 21 വരും. 21 വരും. ഈ പോർഷൻ 21 വരും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 മൈനസ് 21 പ്ലസ് 21 42 വരും. അത് എത്രയാണെന്ന് നോക്കിയാൽ ആൻസറായി. മൈനസ് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ കാൽക്കുലേഷൻ ഉണ്ടോ നോക്കിയേ.
RJL 42 അല്ലേ, RJL ഇത് 42 ആണ്, ഇത് 90 ആണ്. RJL ആണ് 42 കേട്ടോ, സോറി, ഞാൻ ഇതാണ് 42 എടുത്തത്. RJL 42 ആണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ 90 മൈനസ് 42 വരും. 90 മൈനസ് 42 ദാറ്റ് ഈസ് 48 വരും. ഇത് 48 വരും. അപ്പോ ദിസ് ആംഗിൾ 90 മൈനസ് 48 പ്ലസ് 48, 180 മൈനസ് 48 പ്ലസ് 48, 96. അപ്പോ 96, 180 മൈനസ് ഇത് 42 അല്ലേ, അത് സബ്ട്രാക്ട്. ആംഗിൾ RJL is 42, RJL this is 42. അപ്പൊ ഈ ഇതെന്ന് പറയുമ്പോൾ എത്ര വരും? 90 മൈനസ് 42, 48 വരും. അപ്പൊ JOL ഈസ് 96 degrees. JOL എത്ര വരും? ഇത് 48, ഇത് 48 അല്ലേ, ഇത് 48 ആണ്. ഇത് 48 ആവുമ്പോൾ ഇതും 48 ആവും. അപ്പോൾ 180 മൈനസ് 96, 180 മൈനസ് 96 is 84 degrees the answer. 84 degrees the answer. അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. The tangents drawn at the end points of a diameter of a circle are parallel. കറക്റ്റ് ആണത്. ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ ടാൻജൻസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് പാരലൽ ആയിരിക്കും. അസർഷൻ കറക്റ്റ് ആണ്. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ദ ലോങ്സ്റ്റ് കോഡ്, അതും കറക്റ്റ് ആണ്. പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ദ ലോങ്സ്റ്റ് കോഡ്. സോ ഓപ്ഷൻ 2, ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. In the given figure PQRS circumscribes a circle. Here PA plus CS is equal to PA plus CS. PA plus CS. ഇതാണ് PA പ്ലസ് CS. ഇതാണ് PA പ്ലസ് CS. അതിന് ഏത് ഓപ്ഷനാണ്? PA പ്ലസ് CS ഈസ് ഈക്വൽ ടു, നോക്കൂ, PA പ്ലസ് CS, ഈ ഡിസ്റ്റൻസും ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഇതും ഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ PA പ്ലസ് CS എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? PS ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. PAയും CS-ഉം ഈക്വൽ ആയിരിക്കും. PQRS കാരണം അത് റോംബസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോംബസ് കൂടിയാണത്. ഒരു സർക്കിളിന് സ്ക്രൈബിരിക്കുന്നത് എപ്പോഴും റോംബസ് ആണ്. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ PA പ്ലസ് CS ഈക്വൽ ടു PS ആയിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ PA പ്ലസ് CS ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ PA പ്ലസ് CS ഈക്വൽ ടു PD പ്ലസ് SD എന്ന് എടുക്കാം. PD പ്ലസ് SD. PA പ്ലസ് CS ഈസ് ഈക്വൽ ടു PD പ്ലസ് SD എന്ന് എടുക്കാം. PD പ്ലസ് SD എന്ന് പറഞ്ഞാൽ എന്താണ്? PS ആണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം, പല മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പ് ആണ്. നോക്കൂ, എ ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. കറക്റ്റ് ആണ്. ദ ലെങ്ത് ഓഫ് ദ ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു സർക്കിൾ ആർ ഈക്വൽ, അതും കറക്റ്റ് ആണ്. പക്ഷെ രണ്ടും ഒരു ബന്ധവുമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 ആണ് ആൻസർ. പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ്. രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ എ ബി ഈക്വൽ ടു എ ബി എവിടെ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു 10 സെന്റിമീറ്റർ, എ സി 7 ആണ്. ദെൻ ദ ലെങ്ത് ഓഫ് ബി പി, ലെങ്ത് ഓഫ് ബി പി എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെ വരും. ഇതാണ് ലെങ്ത് ഓഫ് ബി പി. എ ബി 10 ആണ്, ബി സിയും 10 ആണ്, എ സി 7 ആണ്, എ സി 7 ആണ്, എ സി 7 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ്, ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഇത് 7 ആകുമ്പോൾ, എ സി 7 ആകുമ്പോൾ ആർ സി 3.5 ആയിരിക്കും, ഇതും 3.5 ആയിരിക്കും, ഇതും 3.5 ആയിരിക്കും, ഇതും 3.5 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ബി പി ആണ്. ബി പി എന്ന് പറയുമ്പോൾ 10 മൈനസ് 3.5 ആയിരിക്കും, 6.5 ആയിരിക്കും. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഇതാണ് അതിൻ്റെ മെത്തേഡ്, ഏറ്റവും സിമ്പിൾ മെത്തേഡ്. ഓക്കെ, കാരണം ഇത് ടാൻജന്റ് ആയതുകൊണ്ട് ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും. ഇത് ഐസോസെലസ് ട്രയാങ്കിളും കൂടിയാണ്. ഇത് ടോട്ടൽ 7 ആണെങ്കിൽ കറക്റ്റ് പകുതി വരും, 3.5 3.5 വരും. അപ്പോൾ ഇത് 3.5 ആണ്. 10 മൈനസ് 3.5 6.5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, AC and AB are tangents to a circle centered at 2 OB. COD 120 ആണ്, COD 120 ആണ്. Then BOA, BOA, BOA എന്ന് പറയുമ്പോൾ ഇവിടെ വരും BOA. ഓക്കെ, COD 120 ആണ്. ഇത് എത്രയാണ്? 90 ആയിരിക്കുമല്ലോ. ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും, 60 ആയിരിക്കും. ആംഗിൾ ബി എയോ ആണ്, ആംഗിൾ ബി എയോ അല്ലേ. അപ്പം ഇത് 90 60 ആണെങ്കിൽ, ഇത് 90 ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ അല്ലേ 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. അപ്പോൾ ഇതും എത്രയായിരിക്കും? 30 ആയിരിക്കും. 30 degree is the answer. Option 1 is the answer. 30 degree is the answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In figure, from an external point P, two tangents PQ PR are drawn to a circle of radius 4 centimeter with the center of angle QPR 90. Then the length of PQ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 90 ആണ്, ഇത് 90 ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി 90 ആയിരിക്കും. QPR 90 ആണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു സ്ക്വയർ ആവും. ലെങ്ത് ഓഫ് പി ക്യു ആണ് ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് ഓഫ് പി ക്യു ഒക്കെ എത്ര ആയിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇതെല്ലാം 90 അല്ലേ. ഇതൊക്കെ ഇത് പാരലായിരിക്കും, ഇത് പാരലാണ്. ഓക്കെ, ഇത് പാരലാണ്. കാരണം ഒരു എക്സ്റ്റേണൽ പോയിന്റ് നിന്ന് വരയ്ക്കുന്ന ടാൻജൻറ്റ് മോഡും ഇത് പാരലായിരിക്കും. ഇത് ഈക്വൽ, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയതുകൊണ്ട് ഇതും പാരലായിരിക്കും, ഇത് പാരലായി. ഒരു സംശയമില്ല, 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In figure, if tangents P and PB from an external point P to a circle with the center O are inclined to each other at an angle of 80 degree, then angle AOB. Angle AOB. ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ
ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഇതാണ് പി, ഇത് T1, ഇത് T2 എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പി ഇത് നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമുക്ക് OAOB ആണെങ്കിൽ ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈസ് 180. അതായത് ഈ കോർഡിനേറ്റർ ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആയിരിക്കും. സൈക്ലിക് ആയിരിക്കും. അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈസ് 180. അപ്പോൾ ആംഗിൾ AOB is equal to 180 minus 80, that is 100 ഡിഗ്രി. ഇത് ഓർക്കണം കേട്ടോ. 100 ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞത്. ഏറ്റവും സിമ്പിൾ മെത്തേഡ്. വേറെ മെത്തേഡ്സ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ കോർഡിനേറ്ററിൽ ഇങ്ങനെ ഒരു കോർഡിനേറ്റർ ഫോം ചെയ്താൽ അത് സൈക്ലിക് ആയിരിക്കും. സൈക്ലിക് കോർഡിനേറ്റർ ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈസ് 180. ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ ഈസ് ഓൾസോ 180 ആയിരിക്കും. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ ഇത് വരും 180 എന്ന് ഇത് 180 വരണമല്ലോ. ഇത് 80 ആണെങ്കിൽ ബാക്കി 180 മൈനസ് 80 100 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. O is the point of intersection of two chords AB and CD of a circle. Angle BOC, this is 80 degree. And OA equal to OD. Then triangle OD and triangle OBC ആണ്. ഇത് 80 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 80 ആയിരിക്കും. OAയും ODയും ഈക്വൽ ആണ്. അപ്പോൾ OAയും ODയും ഈക്വൽ ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ആയിരിക്കും. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഐസോസെലസ് ആയിരിക്കും. സിമിലറും ആയിരിക്കും. കാര്യം ഇത് 80 ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് സിമിലർ ആയിരിക്കും. ഐസോസെലസ് ആൻഡ് സിമിലർ ആയിരിക്കും. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഐസോസെലസ് ആൻഡ് സിമിലർ. ഇറ്റ് ഇസ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ എ ടാൻജന്റ് ഹാസ് ബീൻ drawn to a point P on the circle centered at 2O. Angle TPQ 110. Then angle POQ is equal angle TPQ. This is 110. അപ്പോൾ ഈ ആംഗിൾ 90 ആണ്. ദിസ് ആംഗിൾ ഇസ് 90 ആണ്. ഇത് എത്ര വരും? 20 വരും. 110 minus 90, this is 20. This is also 20. കാരണം റേഡിയസ് അല്ലേ. അപ്പോൾ POQ എന്ന് പറയുമ്പോൾ ഇത് എത്ര ആയിരിക്കും? ദിസ് ഈസ് 180 minus 20 plus 20, 40. 150 degree is the answer. $150 $140. 140 degree is the answer. 140 degree is the answer. Okay.